CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 6 മരണം, നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 10 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന പുരയിലാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ LCD പ്രൊജക്ടറും സ്ക്രീനും വിതരണം ചെയ്തതിൽ വ്യാപകമായ ക്രമക്കേട്. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ NK കബീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കടവല്ലൂർ കല്ലുംപുറത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ കാറിടിച്ച അപകടം. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജാതിമത വർണ്ണവിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി പെരുമാട്ടിക്കുലം നാടകം. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ നിറഞ്ഞ സദസ്സിലാണ് നാടകം അരങ്ങേറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തി. വീഡിയോയും ഫോട്ടോയും എടുത്തവരെ തടഞ്ഞ് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ച് ഉദ്യോഗസ്ഥർ. CCTVയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ സിടെക് അക്കാദമിയിൽ നിന്ന് വിജയകരമായി കോഴ്സ് പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെയുണ്ടായ സംഭവ വികാസങ്ങൾക്കെതിരെ BJP പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. BJP സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കാലത്തിനൊപ്പം സഞ്ചരിക്കാനൊരുങ്ങി കുന്നംകുളം നഗരസഭ. ജനകീയ ഇടപെടലുകൾ കൂടുതൽ വേഗത്തിലാക്കാനും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനുമായി നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും ടാബുകൾ വിതരണം ചെയ്തു. വെള്ളറക്കാട് ആദൂരിൽ പോത്തിന്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 78-കാരൻ മരിച്ചു. ആദൂർ നാലകത്ത് പരേതനായ ബാപ്പുട്ടിയുടെ മകൻ കുഞ്ഞുട്ടിയാണ് മരിച്ചത്. പാടത്ത് പുല്ല് മേയുന്നതിനിടയിൽ പോത്ത് കുഞ്ഞുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. ചാവക്കാട് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ 20ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് ദൈവാലയത്തിൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് തുടക്കം കുറിച്ച് ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടിനുശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ ഭഗവതിയെ നൂറുകണക്കിന് പറവച്ച് ഭക്തർ സ്വീകരിച്ചു. ഏപ്രിൽ 27-28 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. തൂലിക ജാലകം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ 3ാമത് പുസ്തകമായ ഇന്നലെയൊരു കഥ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനവും സംഘടന ഏർപ്പെടുത്തിയ പ്രഥമ സർഗരത്ന പുരസ്കാര സമർപ്പണവും കുന്നംകുളം അസാബ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ബഹ്റൈനിൽ വെച്ചു മരിച്ച തൂവാനൂർ ചള്ളിയിൽ സജീവൻ ചന്ദ്രന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. 59 വയസ്സായിരുന്നു. ബഹ്റൈൻ AYCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സജീവൻ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.